സാറിന്റെ വീട്ടിൽ കയറി സാറിന്റെ പിള്ളേരെ കുറെ ഗുണ്ടകൾ തല്ലിയ സാറ് നോക്കി നിൽക്കും. ഈ വിദ്യാലയം ഒരു കുടുംബമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്. മാതാപിതാ ഗുരു ദൈവം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഈ കുട്ടികളുടെ മാതാപിതാക്കൾ അവരെ കോളേജിലേക്ക് വിടുന്നത് നമ്മളെ വിശ്വസിച്ചിട്ടാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എൻ്റെ ക്യാമ്പസിൽ കയറി എൻ്റെ കുട്ടികളെ ആരെങ്കിലും തല്ലിയാൽ അത് കൈയും കെട്ടി നോക്കി നിൽക്കാനുള്ള ഷണ്ടത്തൊന്നും എനിക്കില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും തെറ്റിയെത്തിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ പറയട്ടെ. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പറഞ്ഞാൽ മതി ഞാൻ തെറ്റുകാരനാണെന്ന്. എന്ത് ശിക്ഷയും അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനുണ്ടല്ലോ. ഈ കോളേജിന്റെ പരിസരം മൊത്തത്തിൽ വൃത്തിഹീനമാണ്, പ്രത്യേകിച്ച് ഹോസ്റ്റൽ ഏരിയ. അവിടെ ആകെ കാട് പിടിച്ച് കിടക്കുക. രാത്രിയിൽ വെളിച്ചമില്ല. ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ്. അവരിലൂടെ കള്ളും കഞ്ചാവൊക്കെ ഹോസ്റ്റലിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. പ്ലംബർ, വാച്ച്മാൻ, ഗാർഡനർ, ഇലക്ട്രീഷ്യൻ എന്നീ തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇതുവരെ അത് ഫില്ല് ചെയ്യാനുള്ള ഒരു നീക്കം ഉണ്ടായിട്ടില്ല. അതിനെന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റും? റിപ്പോർട്ട് കൊടുത്തിട്ട് 2 വർഷമായി. റിപ്പോർട്ട് കൊടുത്താൽ മാത്രം പോരാ സാറേ, അനുവദിച്ചെടുപ്പിക്കണം. ഈ സംസ്ഥാനത്തെ പല ഉന്നതാധികാരികളും ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്.